വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രഹസ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. ലൂക്കോസ് ചെയ്ത സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത് എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 1 തൊട്ട് 10 വരെ വാക്യങ്ങൾ പറയുമ്പോൾ സക്കായി യേശുക്രിസ്തു എന്നുള്ളതാണ്. സൺഡേ സ്കൂള് പഠിക്കുന്ന സകല കുട്ടികൾക്കും അതുപോലെ ഒരു വേദ പഠിതാവിനും വിശ്വാസികൾക്കും പ്രൈസലോ BBS അടക്കമുള്ള വിവിധ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്ന കുഞ്ഞുങ്ങൾക്കും നടത്തുന്നവർക്കൊക്കെ സക്കായിയുടെ ജീവിതത്തെക്കുറിച്ച് നല്ല അറിവാണ്. കാരണം സക്കായിയെ ആസ്പദമാക്കി അനവധി ആക്ഷൻ സോങ്ങുകളും കഥകളും ഒക്കെ വിവിധ നിലകളിൽ രചിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ ഉള്ളങ്ങളിൽ സക്കായിയെക്കുറിച്ചുണ്ട്. പ്രൈസലോ സക്കായിയെക്കുറിച്ച് എല്ലാവരുടെ ഉള്ളത്തിലുണ്ടെങ്കിലും എല്ലാവർക്കും മാനസാന്തര വില നോക്കണം. പ്രൈസലോ യേശുവും സക്കായിയായിട്ട് കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? സക്കായിയുടെ ജീവിതത്തിൽ മാനസാന്തരം ഉണ്ടായി. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും സക്കായിയുടെ കഥ പഠിച്ച് സക്കായിയെക്കുറിച്ച് ആക്ഷൻ സോങ് പഠിപ്പിച്ച് ആക്ഷൻ സോങ് കളിച്ച് സക്കായിയെക്കുറിച്ച് സൺഡേ സ്കൂൾ പഠിപ്പിച്ച് സക്കായിയെക്കുറിച്ച് വേദപുസ്തകം വായിച്ച് പഠിച്ച് പ്രസംഗിച്ചാലും സക്കായിക്കുണ്ടായ മാനസാന്തരം ഇല്ലാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. ശരിയല്ലേ? സക്കായിയെ പോലെ മാനസാന്തരപ്പെട്ടു വരുമായിരുന്നെങ്കിൽ ഇന്ന് ലോകം എവിടെ എത്തിയേനെ രക്തം ചെയ്യും. ഈ ഭാഗം ഞാൻ പറയുമ്പോൾ ഞാൻ ആ ഭാഗവും വായിച്ചു വിടാം. ലേലിയ അവൻ എരിഹോവിലെത്തി കടന്നു പോകുമ്പോൾ ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്ന് പേരുള്ള ഒരു പുരുഷൻ യേശുവെ എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ചു. അല്ലേലിയ വളർച്ചയിൽ കുറുകിയവനാകെ കൊണ്ട് പുരുഷാര നിമിത്തം കഴിഞ്ഞില്ല. അപ്പോൾ അവനൊരു മുമ്പോട്ട് ഓടി അവനെ കാണേണ്ടതിന് ഒരു കാട്ടത്തിന്മേൽ കയറി. യേശു ആ വഴി വരികയായിരുന്നു. അല്ലേറിയ അവൻ ആ സ്ഥലത്തെത്തിയപ്പോൾ മേൽപോട്ട് നോക്കി സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്നവരോട് പറഞ്ഞു. അപ്പൊ യേശു എങ്ങനെയുള്ളവരെന്ന് കാണാൻ വേണ്ടി സക്കായി ആൾക്കൂട്ടത്തിൽ നിന്ന് മുമ്പോട്ട് ഓടിച്ചെന്ന് കാട്ടത്തിനിൽ കയറി. കാരണം അവൻ ആളിൽ കുറുകിയവനാ. എന്നാൽ യേശു ആ വഴി കടന്നു വന്ന് ആ കാട്ടത്തിയുടെ ചുവട്ടിൽ വന്നപ്പോൾ യേശു മേലോട്ട് നോക്കി. സകലവും സൃഷ്ടിച്ചവനിപ്പം ആരേലും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ടോ സക്കായി മേലുണ്ടെന്ന്? എന്നാൽ യേശുവിനെല്ലാം അറിയാം. അതുകൊണ്ട് യേശുവിന്റെ മേൽപോട്ട് സക്കായിയെ വേഗം ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് സക്കായിയോട് പറഞ്ഞു. ഹല്ലേലൂയ. താൻ ബന്ധപ്പെട്ട് ഇറങ്ങി സന്തോഷത്തോടെ അവനെ കൈക്കൊണ്ടു. സക്കായിയെ കേട്ട മാത്രമേ ഒരു എതിരും പറയാതെ ഹല്ലേലൂയ സ്തോത്രം യേശുവിനെ കൈക്കൊണ്ടു. പ്രൈസ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സഹോദരൻ വീട്ടിലുണ്ടാകുമ്പോൾ ഞങ്ങളങ്ങോട്ട് വരുന്നുണ്ട് വീട് സന്ദർശിക്കാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസികൾ എന്താ പറയുന്നത്? എന്റെ പാസ്റ്റർ ഇന്ന് ഞങ്ങൾ വീട്ടിലില്ല കേട്ടോ, ഇന്ന് ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാ, ഞങ്ങൾ വന്നിട്ട് വിളിക്കാം എന്നല്ലേ ഇന്നത്തെ. പക്ഷെ സക്കായി അങ്ങനല്ല പറഞ്ഞത് കേട്ടോ. സക്കായി ബന്ധപ്പെട്ട് ഇറങ്ങി വന്ന് യേശുവിനെ കൈക്കൊണ്ടു. ഹല്ലേലൂയ. കണ്ടവരെല്ലാം അവൻ ഒരു പാപിയായ ഒരു മനുഷ്യകൂടെ പാർപ്പാൻ പോയി എന്ന് പറഞ്ഞ് പെറുകൊടുത്തു. ജനമെല്ലാം നോക്കി നിൽക്കുക. അപ്പൊ ജനം പറയുകയാണ്, ഈ പാപിയായ മനുഷ്യൻ ഈ സക്കായിയോട് കൂടി യേശു പാർപ്പാൻ പോയല്ലോ. ഇപ്പോഴും അങ്ങനെയൊക്കെയാ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവിനോട് ഹല്ലേലൂയ കർത്താവ് എന്റെ വസ്തുവകയിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്, വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. സക്കായി ഒരു ഏറ്റുപറച്ചിലൂടെ മതി. പിടിച്ചപ്പോ വരുവാനാണ് പുള്ളി വാങ്ങുന്നതിൽ വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് ഞാൻ കൊടുക്കുന്നുണ്ട് പറഞ്ഞു. യേശു അവനോട്, ഇവനും അബ്രഹാമിന്റെ മകൻ, അവന്റെ വാക്കുകളിൽ ഹല്ലേലൂയ യേശുവിനുണ്ടായ ആ താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം, അവന്റെ അനുതാപം, ആ പശ്ചാത്താപം യേശുവിനെ ഹല്ലേലൂയ ആ സക്കായിലേക്ക് കൊണ്ടുവരിക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴാണ് യേശു പറയുന്നത്, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ
മനുഷ്യപുത്രൻ വന്നത്. പ്രൈസോ, ഇത് നമ്മളൊക്കെ ദൂത കേട്ടോ. എന്നെ കേൾക്കുന്ന ശ്രോതാവിൽ കാണാതെ പോയ ഒരു സാധനം കളഞ്ഞു പോയ സാധനം തിരിച്ചു കിട്ടുമ്പോൾ എനിക്ക് നിങ്ങൾക്ക് എത്ര വലിയ സന്തോഷമാണ്. നമുക്ക് വലിയ സന്തോഷം. നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കളഞ്ഞു പോയി നമുക്ക് വളരെ സങ്കടമാണ്. ആ കളഞ്ഞു പോയ സാധനം തിരിച്ചു കിട്ടുമ്പോൾ അതിനെക്കാട്ടി സന്തോഷമാണ്. ഹല്ലേലൂയ എന്ന് പറഞ്ഞുകൊണ്ട് സക്കായി ദൈവരാജ്യത്തിൽ നഷ്ടപ്പെട്ടു പോയവനാണ്. ദൈവരാജ്യത്തിൽ നിന്ന് കളവ് പോയെന്ന് വേണേൽ പറയാം. പക്ഷെ അവനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞപ്പോൾ സ്വർഗരാജ്യത്തിൽ സന്തോഷമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരും സ്വർഗരാജ്യത്തിൽ നഷ്ടപ്പെട്ടവരാ. ഹല്ലേലൂയ. സ്വർഗരാജ്യം നഷ്ടപ്പെട്ട് നിങ്ങളുടെ ജീവിത സാഹചര്യം, നിങ്ങളുടെ തൊഴിലും നിങ്ങളുടെ പാപവും എല്ലാം മുഖാന്തരം നിങ്ങൾ ദൈവത്തിന് അകന്ന് ജീവിക്കുമ്പോൾ, സക്കായിയെ പോലും മാനസാന്തരത്തോടെ നീ മടങ്ങി വരുമ്പോൾ സ്വർഗത്തിൽ സന്തോഷിക്കുക. ഹല്ലേലൂയ. അബ്രഹാമിന്റെ മകനുള്ള പദവിയിലേക്ക് വന്ന് സ്വർഗരാജ്യത്തിന്റെ മകനായി മാറാൻ നിനക്ക് കഴിയും. അതുകൊണ്ട് സക്കായിക്കുണ്ടായൊരു മാനസാന്തരം ആവശ്യം. സക്കായിയുടെ കഥ പഠിച്ചിട്ട് കാര്യമില്ല, മാനസാന്തരമാണ് ആവശ്യം. ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആദ്യം ഒരു സക്കായിയെ കുറിച്ച് അറിയാമെങ്കിൽ പലർക്കും മാനസാന്തരമില്ല. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ ചിന്തിച്ചു നോക്കിയാട്ടെ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നു എന്ന് പറഞ്ഞു. നാം കർത്താവിനെ അന്വേഷിക്കുന്നോ ഇല്ലയോ എന്നാൽ കർത്താവ് നമ്മെ അന്വേഷിച്ചു വരും. പ്രേക്ഷകർ, നമ്മൾ കർത്താവിനെ അന്വേഷിക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല, കർത്താവ് നമ്മെ അന്വേഷിച്ചു വരും. ഹല്ലേലൂയ. അവൻ സ്നേഹത്തോടുകൂടി കടന്നു നമ്മെ വിളിക്കും. സ്നേഹത്തോടെ കടന്നു നമ്മെ വിളിക്കും. അല്ലെ സക്കായി വിളിച്ച പോലെ. ദൈവദൂതന്മാരുടെ ആരാധന മധ്യയിൽ നിന്നവൻ ആമീൻ കൂടാനുകൂടി കെരുപ്പുകളും സാറാബുകളും ദൈവദൂതന്മാരും വിശുദ്ധന്മാരും അടങ്ങിയ സംഘത്തിൽ ആരാധനയിൽ ഇരുന്നവൻ, ആരാധന മധ്യത്തിലിരുന്നവൻ. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമത്വം പോലും മുറുകെ പിടിച്ചുകൊണ്ടൊന്നും വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി ഹല്ലേലൂയ ഈ ഭൂമിയിലേക്ക് വന്നവൻ. ഹല്ലേലൂയ. സ്തോത്രം. അവൻ നമ്മെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ്, നമ്മെ തേടി വന്നു എന്നുള്ളതാണ്. ഒരിക്കലും യേശുവിന് സ്വർഗം വിട്ട് വരേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തുകൊണ്ടാണ് പിതാവ് തന്റെ പുത്രനെ അയച്ചത്? സക്കായിയെ പോലെ ഞാനും നിങ്ങളും കളവ് പോയതാ. ഈ ലോകത്തിന്റെ പാപസുഖങ്ങൾ വീണ് ദൈവവുമായി ബന്ധമില്ലാതെ നരകക്കടലിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരുന്ന എന്നെ നിങ്ങളെയൊക്കെ ആമീൻ വീണ്ടെടുത്ത് ദൈവരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് കൊണ്ടുവരാൻ കർത്താവ് നമ്മെ തേടിയെത്തി എന്നുള്ളതാണ്. നമ്മൾ കർത്താവിനെ തേടിയാലും ഇല്ലെങ്കിലും അവൻ നമ്മെ തേടി വരുന്ന ദൈവമാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നീ കർത്താവിനെ തേടിയാലും അന്വേഷിച്ചില്ലെങ്കിലും നിന്നെ തേടിയെത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. കാരണം പാപികളെ രക്ഷിക്കുവാൻ ക്രിസ്തുയേശു ഈ ലോകത്തിൽ വന്നു. പാപികളെ, സകല മനുഷ്യരും പാപികളാണ്. ഹല്ലേലൂയ. നീതിമാൻ ആരുമില്ല. നിങ്ങൾ റോമാലേഖനം 3:10 വായിച്ചാൽ കാണാൻ കഴിയും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. 14 സങ്കീർത്തനം 53 സങ്കീർത്തനമൊക്കെ ഒന്ന് വായിക്കാം. ഹല്ലേലൂയ. അപ്പൊ സകല മനുഷ്യരും പാപികളാണ്. പാപത്തം നിറയപ്പെട്ട് ഈ ലോകത്തിന്റെ സുഖങ്ങളിൽ ജീവിച്ച സകല മനുഷ്യൻ നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ അതിൽ നിന്ന് വിടിവിച്ച് നിത്യജീവൻ തന്ന സ്വർഗരാജ്യത്തിന്റെ അവകാശത്തിലേക്ക് ഇതിനെ നയിക്കുവാൻ അവൻ സ്വർഗത്തിൽ നിന്നെ തേടി വന്നത് പാപികളെ രക്ഷിപ്പാൻ അവൻ ഭൂമിയിലേക്ക് വന്നു. ഹല്ലേലൂയ. മാത്രമല്ല, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ വേണ്ടിയിട്ടാണ് വന്നത്. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ, പിശാച് നമ്മളെ കെട്ടിവെച്ചിരുന്ന, പിശാച് നമ്മെ ബന്ധിച്ചിരുന്ന അനുഭവത്തിൽ നിന്നാണ്. ആ ബന്ധനത്തിൽ നമ്മെ അഴിപ്പാൻ വേണ്ടി യേശു ഭൂമിയിലേക്ക് വന്നു എന്നുള്ളതാണ്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ സ്തോത്രം 1 യോഹന്നാന്റെ ലേഖനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം വലിയ 3-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യമായി ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നവരോ. അപ്പൊ പാപം ചെയ്യുന്നവരെല്ലാം പിശാചിന്റെ മകനാണ്. അവൻ ആദ്യം മുതലേ പാപം ചെയ്യുന്നു. എന്നാൽ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ച് അതിൽ നമ്മെ മോചിച്ച് സ്വർഗരാജ്യം തരാൻ വേണ്ടി, ആ ദൈവരാജ്യത്തിന്റെ പദവി തരാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി ഈ ഭൂമി പ്രത്യക്ഷനായി. ഹല്ലേലൂയ. അത് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകൻ. ഹല്ലേലൂയ. അവൻ ആദ്യം മുതൽ പാപം ചെയ്യുന്ന ഏതൻ തോട്ടം തൊട്ട് അവൻ മനുഷ്യനെ പാപത്തിൽ കുടുക്കി പാപത്തിൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ പാപം ചെയ്യുമ്പോൾ ഓർത്തണം, നീ പിശാചിന്റെ മകനാണ്. നിന്നെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത് സാത്താനാ. അല്ലെങ്കിൽ ആ പാപത്തിൽ നിന്നെ അഴിച്ച ബന്ധനത്തിനെ അഴിച്ച് നിന്നെ വിടിവിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവപുത്രൻ വന്നത്. ഹല്ലേലൂയ. അപ്പം പിശാചിന്റെ ബന്ധനത്തിൽ ആയിരുന്ന സക്കായിയെയും അതിൽ നിന്ന് മോചിക്കുവാൻ വേണ്ടി ഈ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു എന്ന് നമ്മുടെ ഓരോരുത്തരെയും അങ്ങനെയാണ്.
സ്തോത്രം. ഞാനും പറയുമ്പോൾ എന്നെ അങ്ങനെയായിരുന്നു. പിശാചിന്റെ പ്രവൃത്തികളാൽ നിറയപ്പെട്ട് പിശാചിന്റെ അടിമയായി പാപം ചെയ്ത് ജീവിച്ചിരുന്ന എൻ്റെ കാലഘട്ടം. അതിൽ നിന്ന് വിടുവിച്ച ആ ബന്ധനത്തിനെ അഴിപ്പാൻ വേണ്ടി ദൈവപുത്രൻ എനിക്ക് വേണ്ടി പ്രത്യക്ഷമായി. ഹല്ലേലൂയ. അതെ, എന്നെ കേൾക്കുന്നവർ കാണാതെ പോയി തിരഞ്ഞു രക്ഷിപ്പാൻ യേശു വന്നു എന്ന് പറയുമ്പോൾ നമ്മളെ ഓരോരുത്തരെയും അന്വേഷിച്ചെത്തുന്നവനാണ് നമ്മുടെ ദൈവം. നമ്മളെ ഓരോരുത്തരെയും അന്വേഷിച്ചു വരുന്നവന്. ഹല്ലേലൂയ. കർത്താവിന്റെ ആ വരവും തെരഞ്ഞെടുപ്പും എല്ലാം നമ്മൾ പറഞ്ഞിട്ടല്ല. നമ്മൾ ഈ യോഹന്നാന്റെ വിഷയം 15-ാം അധ്യായം 16-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തോന്നല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത്. പലരുടെയും ചിന്ത നമ്മൾ കർത്താവിനെ തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അങ്ങനല്ല. നമ്മൾ കർത്താവിനെ തെരഞ്ഞെടുക്കേണ്ട, കർത്താവ് നമ്മെ തെരഞ്ഞെടുക്കുന്നതാണ്. എന്തിനാണ് കർത്താവ് നമ്മെ തെരഞ്ഞെടുക്കുന്നത്? ഫലം കായ്പാൻ. പോയി ഫലം കായ്ക്കാൻ, കർത്താവിന് വേണ്ടി ഫലം കായ്പാൻ. പ്രൈസ് ദി ലോർഡ്. പിശാചിന്റെ പ്രവൃത്തികൾ നമ്മെ അഴിച്ച് സ്വതന്ത്രനാക്കി ആമേൻ ദൈവരാജ്യത്തിന് മകനാക്കി മകളാക്കി മാറ്റിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിന് യോഗ്യമായ, മാനസാന്തര യോഗ്യമായ ഫലം കായ്ക്കുന്നവരായിരിക്കണം. പിന്നെ പാപം ചെയ്യാൻ പോകരുത്. രക്തം ചെയ്യും. ഒരിക്കൽ നമുക്ക് ലഭിക്കുന്ന രക്ഷ, ആ രക്ഷയ്ക്കകത്ത് നീ ഒതുങ്ങിപ്പോകരുത്. ദിവസം തോറും നീ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ദിവസം തോറും നീ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. ദിവസം തോറും നീ പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ. പാപം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഏത് സാഹചര്യത്തിലും, ഏത് മേഖലയിലും, ഏത് രാജ്യത്ത് നിന്നാലും പാപം നിന്റെ ഉള്ളിൽ പ്രവേശിപ്പാൻ സാധ്യതയുള്ളത് കൊണ്ട് അനുദിനം മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. അനുദിനം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അനുദിനം ജീവിതത്തിൽ പുതുക്കം പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ ലഭിക്കുന്ന സമയങ്ങളെ നഷ്ടപ്പെടുത്തി കളയാതെ മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്ച്ചുകൊണ്ട് ഇവിടെ കർത്താവിന്റെ വരവിനായി നീ ഒരുങ്ങണ. ശ്രോതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ലോകത്തിലെ സുഖമല്ല ജീവിതം, ഈ ലോകത്തിലെ സന്തോഷമല്ല ജീവിതം. ആമീൻ. നമുക്ക് മരണാനന്തര ജീവിതമുണ്ട്. മരണാനന്തര ജീവിതം നാം നിത്യമായി സ്വർഗത്തിൽ ആ ദൈവിക സമാധാനം അനുഭവിക്കണമെങ്കിൽ ഇവിടെ നാം മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ലോകം ഇന്ന് ഹല്ലേലൂയ പണത്തെയും പൊന്നിനെയും അന്വേഷിക്കുന്നത്. ഈ ലോകം പണത്തെയും പൊന്നിനെയും അന്വേഷിക്കുക. എല്ലാവരും അങ്ങനെയല്ലേ? ഹല്ലേലൂയ. പേരും പുകഴ്ചയ്ക്കും വേണ്ടി ഭ്രാന്തന്മാരെ പോലെ നെട്ടോട്ടം കൂടുക. ചിലർ പേരുണ്ടാക്കാൻ വേണ്ടി, ചിലർ പുകഴ്ച ഉണ്ടാക്കാൻ വേണ്ടി, ചിലർ പ്രശംസ ഉണ്ടാക്കാൻ വേണ്ടി മനുഷ്യൻ എന്തും ചെയ്ത് അങ്ങ് ഭ്രാന്തന്മാരെ പോലെ നെട്ടോട്ട് ഓടുക. ഹല്ലേലൂയ. ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരെ കണ്ടില്ല, പേരും പ്രശസ്തിയും പ്രശംസയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം അവർ കാട്ടിക്കൂട്ടുന്ന ഭ്രാന്തന്മാരെ പോലെ നെട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക. കാണുമ്പോൾ ചിരി വരുമല്ലേ? ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെ ചിലർ പേരും പ്രശസ്തിയും പുകഴ്ചയ്ക്കും വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാ. ഹല്ലേലൂയ. അതുമല്ല, ദൈവം എവിടെയെന്ന് അന്വേഷിച്ചുകൊണ്ട് പുണ്യ സ്ഥലങ്ങളിലേക്കും പുണ്യ നദികളിലേക്കും വിവിധ രാജ്യങ്ങളിലേക്കും മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുക. മനുഷ്യൻ ദൈവം എവിടെയെന്ന് അന്വേഷിച്ച് വിവിധ രാജ്യങ്ങൾ, പുണ്യ സ്ഥലങ്ങൾ, പുണ്യ നദികൾ, ദൈവത്തെ അന്വേഷിച്ച് മനുഷ്യൻ നടക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ 2026 വർഷമായതാണ്. ഇന്ന് വരെ ദൈവത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന ശ്രോതാവ്, നീ ദൈവത്തെ അന്വേഷിച്ച് നടക്കണ്ട. ദൈവം നിന്നെ തേടിയെത്തുന്നവരാ. നമ്മളാരും ദൈവത്തെ കണ്ടുപിടിച്ചതല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദൈവം നമ്മെ കണ്ടെത്തിയതാ. നമ്മൾ ആ ദൈവത്തിലേക്ക് താണ് കൊടുക്കുമ്പോൾ, സമർപ്പിച്ചു കൊടുക്കുമ്പോൾ ആ കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വരും. കാണാതെ പോയി സക്കായിയെ തേടി വന്ന ദൈവം നമ്മളെ ഓരോരുത്തരെയും തേടി വരുന്നു. എത്രയോ പ്രാവശ്യം യേശുവിന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം യേശുവിന്റെ വീട്ടിൽ വന്ന് വിളിച്ചിട്ടുണ്ട്. എത്രയോ പ്രാവശ്യം യേശുവിന്റെ കഥയിൽ മുട്ടിയിട്ടുണ്ട്. ഹല്ലേലൂയ. നിന്റെ വീട് നീ തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നങ്ങനെ എത്രയോ പ്രാവശ്യം നീ സുവിശേഷം കേട്ടിട്ടുണ്ട്. സുവിശേഷകർ എത്രയോ പ്രാവശ്യം നിന്റെ വീട്ടിൽ കൂടെ കയറി ഇറങ്ങിയിട്ടുണ്ട്. എത്രയോ തിരുക്കോടുകളിൽ ദൈവവചനം പ്രസംഗിക്കുന്ന നീ കേട്ടിട്ടുണ്ട്. എത്രയോ ട്രാക്റ്റുകളും ദൈവവചനങ്ങളും ദൈവിക സന്ദേശങ്ങളും ബൈബിളുകളും നിന്റെ നേരെ വെച്ച് നീട്ടിയിട്ടുണ്ട്. എത്രയോ കൺവെൻഷനുകൾ നീ കേട്ടിട്ടുണ്ട്. എത്രയോ നല്ല മനോഹരമായ ദൈവവചനങ്ങൾ അടങ്ങിയ പാട്ടുകൾ നീ കേട്ടിട്ടുണ്ട്. അപ്പൊ നിന്നെ തേടി വിവിധ നിലകളിൽ കർത്താവ് വന്നിട്ടുണ്ട്. പക്ഷെ നീ അവിടേക്ക് ചെവി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നീ അവരെ ആട്ടിപ്പായിച്ചു അല്ലേ?
അല്ലേ? ഇന്ന് നമുക്കാണല്ലേ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കുന്ന, ദൈവത്തിന്റെ ദാസിദാസന്മാരെ ആട്ടിപ്പായിക്കുന്ന, ഉപദ്രവിക്കുന്ന, പീഡിപ്പിക്കുന്നവരെ ജയിലിലടയ്ക്കുന്ന രാജ്യമായി മാറിയിരിക്കുന്നത് ഭാരതം, ലോകരാജ്യമടക്കം. അല്ലേരി അത് കർത്താവ് നമ്മെ തേടി വരുമ്പോൾ നമ്മളത് വിധേയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ അല്ലേരിയ ആ ദൈവരാജ്യത്തിൽ നിനക്ക് ചെന്നെത്താൻ കഴിയും. അല്ലെങ്കിൽ നീ നരകാന്തിയിലേക്ക് തന്നെ പോകും. അല്ലേരിയ അപ്പൊ മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ട് നടക്കുക. അല്ലേരിയ കോടിക്കണക്കിന് ജനങ്ങളാണ് ഓരോ ദിവസവും ദൈവത്തെ അന്വേഷിച്ച് നടക്കുന്നത്. പ്രൈസലോ. ഒരിക്കലും അവർക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ കഴിയത്തില്ല. എന്നാൽ ക്രിസ്തു വിശ്വാസം എന്ന് പറയുന്നത്, ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിച്ചു പോകുന്നതല്ല, ദൈവം നമ്മെ അന്വേഷിച്ചു വരുന്നതാണ്. അല്ലേരിയ അതാണ് വേദപുസ്തകം, സത്യവേദ പുസ്തകം മുഴുവൻ പഠിപ്പിക്കുന്നത്. ഒരു ക്രൈസ്തവ വിശ്വാസിയുള്ള ബന്ധത്തിൽ അവൻ കർത്താവിനെ തേടി മലകൾ കയറി ഇറങ്ങി നടക്കണ്ട, കുരിശൻ ചുമന്ന് നടക്കണ്ട, തീർത്ഥാടനങ്ങൾക്ക് പോകണ്ട. ലരിയ അവനെ തേടി കർത്താവ് മുമ്പ് പല പ്രാവശ്യം വന്നിട്ടുണ്ടെന്ന് കേൾക്കാൻ ചെവി കൊടുക്കാത്തത് കൊണ്ട് കണ്ടെത്തിയിട്ടില്ലെന്നുള്ളതാണ്. എന്നിട്ടും അന്വേഷിച്ച് നടക്കുക. ഇതിന്റെ ഉലകത്തിന്റെ ജീവിതകാലം മുഴുവൻ നീ ദൈവത്തെ കണ്ടുപിടിക്കാൻ നീ ഏതെല്ലാം പുണ്യസ്ഥലങ്ങൾ പോയാലും, ഏതെല്ലാം മലകൾ കയറി ഇറങ്ങിയാലും, എന്തെല്ലാം പ്രായശ്ചിത്തങ്ങൾ ചെയ്താലും, അല്ലേലിയ ഇനിയും ജെറുസലേമിൽ പോയാലും, ഇസ്രായേലിൽ പോയാലും, യോർദാനിൽ പോയാലും ഒക്കെ നിനക്ക് ദൈവത്തെ കണ്ടെത്താൻ കഴിയില്ല. പ്രൈസ്. നിന്നെ തേടി എത്തിയിട്ടുണ്ട് ദൈവം പല പ്രാവശ്യം. ദൈവ വചന സന്ദേശത്തിലൂടെ, ദൈവ വിളിയിലൂടെ നീ അത് അനുസരിച്ചിരുന്നുള്ളതാണ്. അല്ലേലിയ എത്രയോ പ്രാവശ്യം ഞങ്ങളെ പോലുള്ള ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ വിളിക്കുന്നു, യേശു നിന്നെ കരുതുന്നു, യേശു രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു, പാപികളെ മാനസാന്തരപ്പെടുന്നു. അല്ലേലിയ ഇതൊക്കെ ഞങ്ങൾ എത്രയോ പ്രാവശ്യം വിളിച്ചു പറഞ്ഞു. ദൈവ സ്നേഹത്തെക്കുറിച്ച് എത്രയോ പ്രാവശ്യം ഞങ്ങൾ നിന്റെ വീടുകളിൽ കൂടെ കടന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നീ ചെവി തന്നിട്ടുണ്ടോ? ആട്ടി ഓടിച്ചു തന്നെ ഉള്ളൂ. അല്ലേലിയ എന്നാൽ ദൈവം നിന്നെ തേടി വരുമ്പോൾ അതിനുള്ളൊരു വഴി മുഖാന്തരം നീ ഒരുക്കി കൊടുത്താൽ, സക്കായി യേശുവിനെ കൈക്കൊണ്ടതുപോലെ നീ നിന്റെ വീട്ടിലേക്ക് വരുന്ന ദൈവിക സന്ദേശവുമായി കടന്നു വരുന്ന നീ കൈക്കൊള്ളുന്നെങ്കിൽ ആ യേശുവിനെ നിന്റെ ജീവിതത്തിലും നിനക്ക് പ്രാപിക്കാൻ കഴിയും. അല്ലേ നീ ഇങ്ങനെ അന്വേഷിച്ച് നടക്കൂ. അല്ലേലിയ രക്തം ചെയ്യും. അല്ലേലിയ നമുക്കറിയാം. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കുമ്പോൾ നട്ടുച്ചയ്ക്ക് അല്ലേലിയ ശമരിയ സ്ത്രീയെ തേടി വന്ന ഒരു ദൈവമുണ്ട്. സ്തോത്രം. നട്ടുച്ച സമയത്താണ്. അല്ലേലിയ വേദപുസ്തകം പറയുന്നത് അല്ലേലിയ യോഹന്നാന്റെ വിഷയം 4-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്. അല്ലേലിയ സ്തോത്രം. 4:1 തൊട്ട് യേശു യോഹന്നാനേക്കാൾ അധികം ശിഷ്യന്മാരെ ചേർത്ത് സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പരീശന്മാർ കേട്ടു എന്ന് കർത്താവ് അറിഞ്ഞ്, എന്നാൽ ശിഷ്യന്മാർ അല്ലാതെ യേശു ആരെയും സ്നാനം കഴിപ്പിച്ചതാണ്. അവൻ യഹൂദ്യദേശം വിട്ട് പിന്നെയും ഗലീലയിലേക്ക് യാത്രയായി. അവൻ ശമരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഗാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബിന്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തരികെ എത്തി. അവിടെ അല്ലേലൂയ യാക്കോബിന്റെ ഉറവുണ്ടായിരുന്നു. യേശു ആ വഴി നടന്ന് ക്ഷീണിച്ച് ഉറവിനരികെ ഇരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരം ഒരു ശമരിയാസ്ത്രീ, ഈ ശമരിയാസ്ത്രീയെ അന്വേഷിച്ച് മാത്രമാണ് യേശു ആ വഴിയുടെ വന്നത്. അപ്പൊ നട്ടുച്ച നേരത്ത് അല്ലേലിയ 6-ാം മണി നേരം യഹൂദന്മാരുടെ സമയം വെച്ച് 12 മണി. അല്ലേലിയ സ്തോത്രം. അപ്പൊ നട്ടുച്ച നേരത്ത് ശമരിയ സ്ത്രീയെ അന്വേഷിച്ച് യഹൂദനും ശമരിയക്കാരിയും യാതൊരു സമ്പർക്കവും ഇല്ലാതിരുന്നിട്ടും അല്ലേലിയ യേശു അവളെ തേടി വന്നവനാ. അപ്പൊ ശമരിയ സ്ത്രീ ആയിരിക്കുന്ന അവളെ തേടി വന്നെങ്കിൽ, സക്കായിയെ തേടി വന്നെങ്കിൽ നമ്മളെയും യേശു തേടി വന്നിട്ടില്ലേ? അല്ലേലിയ മാത്രമല്ല, നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ 38 ആണ്ട് അല്ലെ രോഗിയായി രോഗബാധിതനായി കുളക്കരയിൽ കിടന്ന മനുഷ്യൻ, യേശുവിന് 33 വയസ്സുള്ളൂ. ഈ കുളക്കടയിൽ കിടക്കുന്നതിന് 38 വർഷമാണ്. അല്ലേലിയ അവനെ തേടിയെത്തി യേശു. അല്ലേലിയ അത് നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 1 തൊട്ട് വായിച്ചാൽ കാണാൻ കഴിയും. അല്ലേലിയ അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരുശലേമിൽ യാത്രയായി. യെരുശലേമിൽ ആട്ടുവാതിക്കൽ ബെഥെസ്ദ എന്ന എബ്രായ പേരുള്ളൊരു കുളമുണ്ട്. അല്ലേലിയ
അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ വ്യാധിക്കാർ, കുരുടൻ, മുടത്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തു കിടന്നിരുന്നു. അതാത് സമയത്തിൽ നാം വെള്ളത്തിലൊരു ദൂതൻ ഇറങ്ങുമ്പോൾ, നാം കുളം കലക്കുമ്പോൾ ആദ്യം ചെന്ന് ഇറങ്ങുന്നവൻ എന്ത് ചെയ്യും? സൗഖ്യം പ്രാപിക്കും. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ആ മനുഷ്യൻ ചെല്ലുമ്പോഴത്തേനും ആദ്യം ഇറങ്ങിയൊരു സൗഖ്യം പ്രാപിക്കും. അങ്ങനെ ഇരിക്കുകയാണ് യേശു അതുവഴി ചെല്ലുന്നത്. ഹല്ലേലൂയ. അപ്പൊ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ട്, ഇങ്ങനെ ഏറെ കാലമായിരിക്കുന്നതെന്നറിഞ്ഞ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. ഹല്ലേലൂയ. രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തന് എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പൊ അവനോട് യേശു ചോദിക്കുക. യേശു അവനോട്, ആമി എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ഹല്ലേലൂയ ആ മനുഷ്യൻ ഹല്ലേലൂയ സൗഖ്യമായി കിടക്കയെടുത്താണ്. അവൻ കുളത്തിലിറങ്ങണ്ട. ഇനി നിനക്ക് മുമ്പായി ഒരാൾ ഇറങ്ങി അവര് സൗഖ്യം പ്രാപിച്ചു, ഞാൻ ചെന്നപ്പോഴത്തെ എനിക്ക് കഴിഞ്ഞില്ല എന്നും പറഞ്ഞു കിടക്കണ്ട. കുളത്തിലിറങ്ങാതെ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന മനുഷ്യനെ സൗഖ്യമാക്കി. അപ്പൊ സക്കായിയെ തേടി വന്ന ദൈവം, ഒരു ശബരിയ സ്ത്രീയെ നട്ടുച്ചയ്ക്ക് തേടി വന്ന ദൈവം, ബെഥസ്ദ കുളക്കരയിൽ കിടന്ന 38 ആണ്ട് രോഗം പിടിച്ച് കിടന്ന മനുഷ്യനെ തേടി വന്ന ദൈവം നിന്നെ തേടി വന്നേ. ഹല്ലേലൂയ. നിന്നെ തേടി വന്ന് നീ അറിഞ്ഞില്ലെന്നുള്ളതാണ്. ഹല്ലേലൂയ. എന്നെ തേടി വന്ന് ഞാൻ അറിഞ്ഞു എന്നുള്ളതാണ്. നിങ്ങളെ തേടി വന്ന് നിങ്ങൾ അറിഞ്ഞില്ല, എന്നെ തേടി വന്ന് ഞാൻ അറിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, സക്കായി എന്ന ചുങ്കക്കാരന്റെ യെരിഹോവിലുള്ള കാട്ടത്തിമരത്തിന്റെ അരികിൽ അന്വേഷിച്ചു വന്ന് ഹല്ലേലൂയ വന്നവനാ. ഗദരദേശത്തിലെ ഹല്ലേലൂയ ലഗ്യോൻ ബാധിച്ച യുവാവിനെ അന്വേഷിച്ച് ഹല്ലേലൂയ യേശു ഗദരദേശത്തെത്തിയെന്ന്. ഹല്ലേലൂയ. അപ്പൊ യേശു എല്ലാവരെയും അന്വേഷിച്ചു വരും. നമ്മൾ യേശുവിനെ അന്വേഷിച്ച് നടക്കണ്ട. ഞാൻ ആദ്യം പറഞ്ഞില്ല, മനുഷ്യൻ മുഴുവൻ ദൈവത്തെ അന്വേഷിച്ച് നടക്കുക. പക്ഷെ ദൈവം നമ്മെ അന്വേഷിച്ചോട്ട് വരിക. നമ്മൾ അങ്ങോട്ട് പോയാൽ കണ്ടെത്താൻ പറ്റത്തില്ല, ഇങ്ങോട്ട് വരുന്നവരാ. അതേ ഞാൻ പറഞ്ഞ്, യേശു നിന്റെ അരികിലേക്ക് വരുന്ന വിവിധ സാഹചര്യങ്ങളിലൂടെ അത് നിനക്ക് തിരിച്ചറിയാൻ കഴിയണം. എന്നെ കേൾക്കുന്ന മാതാവി, പിതാവേ, എത്രയോ കാലമായി യേശു നിന്നെ വിളിക്കുന്നു. എത്രയോ കാലമായി യേശുവിന്റെ സ്നേഹം നിനക്ക് തരാൻ ആഗ്രഹിക്കുന്നത്. എത്രയോ കാലമായി നിന്റെ കുടുംബത്തിന്റെ വേദനകളെ അഴിച്ച് നിന്നെ സ്വതന്ത്രമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് വരെ നീ ചെവി കൊടുത്തോ? ഇന്ന് വരെ നീ മനസ്സ് വെച്ചു കൊടുത്തോ? ഇന്ന് നീ പിറുപിറുപ്പോടുകൂടി കടന്നു പോകുകയല്ലേ? ആ സ്ഥിതിക്കൊരു മാറ്റം വരുത്തുവാൻ നീ തയ്യാറാകുന്നെങ്കിൽ, സക്കായിയോട് യേശു ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ പാർക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവൻ ബന്ധപ്പെട്ട് കാട്ടത്തിൽ നിറങ്ങി വന്ന് യേശുവിനെ കൈക്കൊണ്ടതുപോലെ ദൈവ വചനം, ദൈവിക സന്ദേശം, ദൈവിക ദൂതുകൾ, വെളിപ്പാടുകൾ, ദർശനങ്ങൾ, ദൈവിക ആലോചനകൾ ദൈവ മക്കളിലൂടെ, ദൈവദാസന്മാരിലൂടെ കേൾക്കുമ്പോൾ, ദൈവവചനം വായിക്കുമ്പോൾ, ദൈവമക്കൾ തരുന്ന ട്രാക്ടറിലൂടെ അത് നിന്നോട് സംസാരിക്കുമ്പോൾ നീ അതിനൊരു ചെവി വെച്ചു കൊടുത്താൽ, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ ഭവനത്തിനകത്ത് യേശു വസിക്കും. അല്ലാതെ നിങ്ങൾ യേശുവിനെ അന്വേഷിച്ച് എത്ര കാലം പോകും? പലരും യേശുവിനെ അന്വേഷിച്ച് നടന്ന് കണ്ടെത്താതെ ഈ രോഗം വിട്ടു പോയി. എന്നാൽ ജീവിച്ചിരിക്കുമ്പോൾ നീ യേശുവിനെ കണ്ടെത്തണം. ജീവിച്ചിരുന്നപ്പോൾ സക്കായി യേശുവിനെ കണ്ടെത്തിയതുപോലെ ഹല്ലേലൂയ നമ്മെ തേടി വരുന്ന യേശുവിനെ 2 കരങ്ങൾ നീട്ടി നമ്മൾ സ്വീകരിക്കണം. നിങ്ങൾ വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ നിങ്ങൾ പെട്ടെന്ന് അതിഥിയോട് ഇറങ്ങിപ്പോണെന്ന് പറയില്ലല്ലോ. ആ അതിഥിയെ നിങ്ങൾ കരങ്ങൾ നീട്ടി നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിച്ചിരുത്തുന്നത് പോലെ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അവനെ മാറോട് ചേർത്ത് പിടിക്കുന്ന, അവൻ നമ്മെ മാറോട് ചേർത്ത് പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ആദം ഹവ്വ പാപം ചെയ്തപ്പോൾ അവന്റെ ഉള്ളം ദുഃഖിച്ചു. ആദവും പാപം ചെയ്തപ്പോൾ ഹോവയമ്മായി ദൈവത്തിന്റെ ഉള്ളം ദുഃഖിച്ചു. ഏദനിൽ നടന്ന ആദാമേ, നീ ഇപ്പൊ എവിടെയാ? ഹല്ലേലൂയ. ദൈവം ഏദൻ പർദീസ ഉണ്ടാക്കി. ദൈവം ഭൂമി സൃഷ്ടിച്ചു, കിഴക്ക് ഏദൻ ഉണ്ടാക്കി. മനുഷ്യന് വീണ്ടുന്ന സകല വൃക്ഷങ്ങൾ ഉണ്ടാക്കി, ഫലമുള്ളത്. തോട്ടത്തിൽ നദി ഉണ്ടാക്കി, 4 ശാഖകളായി അതിനെ പിരിച്ചു. മനുഷ്യന് സുഖവാസ കേന്ദ്രമായി ഏദൻ പർദീസ കൊടുത്തു. എന്നാൽ പിശാച് മനുഷ്യനെ പാപത്തിലേക്ക് തള്ളി. ഹല്ലേലൂയ.
അപ്പൊ ഏതൻ തോട്ടത്തിലായിരുന്ന ആദാമേ നീ എവിടെയെന്നുള്ള ചോദ്യം ഇന്നും നിലനിൽക്കുക. എന്നെ കേൾക്കുന്ന ശ്രോതാവ്, ഇന്നും ദൈവം നിന്നെ നീ എവിടെയാന്നാ ചോദിക്കുന്നത്. സഹോദര സഹോദരി, നീ എവിടെയാ? പാപത്തിന് അടിമപ്പെട്ട് പാപ ശരീരത്തിൽ വീണ് പാപം നിന്റെ ജീവിതത്തിലും കുടുംബത്തിലും നിറയപ്പെട്ട് പാപമെന്ന ശാപത്താൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന നിന്നെ യേശു തേടി വന്നപ്പോൾ നീ എവിടെയായിരുന്നു? ആദവി മരത്തിന് വിളിച്ചിരുന്നതുപോലെ നീ കഥകടച്ച് മുറിക്കകത്ത് കയറിയില്ലേ പലപ്പോഴും? നീ കഥകടച്ച് കഥ കൊട്ടിയടച്ച് ആട്ടി ഓടിച്ചില്ലേ പലപ്പോഴും? ആമി നിന്നെ തേടി വന്നപ്പോൾ തേടി വന്നവന്റെ കയ്യിൽ നിന്ന് ബൈബിൾ പിടിച്ചു വാങ്ങി, അവിടെ മൈക്കുകൾ പിടിച്ചു വാങ്ങി അവരെ ഓടിച്ചില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ കണ്ടു. ഹല്ലേലൂയ. ജെറുസലേമിലൂടെ ഒരു സന്യാസിനി ഒരു കന്യാസിനി കടന്നു പോകും. അപ്പോൾ ഒരു സഹോദരൻ ചെന്ന് അവരെ ക്രൂരമായി ഉപദ്രവിക്കുന്നു. 36 വയസ്സുള്ളത്. എന്ത് അത്യാവശ്യമുള്ള കാര്യം നോക്കി, അത് ജെറുസലേമിലാന്ന് ഓർക്കണം. അവനെ പിടിച്ചു. അവന്റെ സ്ഥിതി എന്തായിരിക്കും? ഹല്ലേലൂയ. മനുഷ്യൻ അങ്ങനെയാണ്, മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ്. ഹല്ലേലൂയ. ദൈവമക്കളെയും ദൈവദാസന്മാരെയും ദൈവസഭയും ക്രൈസ്തവ സമൂഹത്തെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ രോഗം. കാരണം ഏദൻ പാർദീസിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ ആദ്യം നഷ്ടപ്പെട്ടു പോയി പാപത്താൽ. ആ പാപത്തിൽ ജനിക്കുന്ന സകല എണ്ണം ഇതുപോലെ ക്രൂര മനസ്സുള്ളവരാണ്. അല്ലേ? അതുകൊണ്ടാണല്ലോ അക്രമം കാണിക്കുന്നത്, രക്തം ചെയ്യും. അപ്പൊ ആദമേ നീ എവിടെ അല്ലയ എന്ന് മനോവേദനയോടെ അന്വേഷിച്ചു. അല്ലേരിയ. ഒരമ്മ തന്റെ മക്കളെ അന്വേഷിക്കുന്ന പോലെ. അല്ലേരിയ. അമ്മമാർക്ക് മക്കളെ എന്ന് പറയുമ്പോൾ ഭയങ്കര അന്വേഷണമാണ്. അപ്പന്മാർ രാവിലെ പണിക്ക് പോകും. അല്ലേരിയ. പിന്നെ അപ്പന്മാർ വൈകിട്ടായിരുന്നു. പിന്നെ ഈ മക്കളെ നോക്കുന്നത് മുഴുവൻ ഈ അമ്മമാരാണ്. അവർക്ക് വീട്ടിലെടുത്ത പൊങ്ങാത്ത പണിയുണ്ട്. അതെല്ലാം ചെയ്യുന്നില്ലെങ്കിൽ അമ്മയുടെ കണ്ണിൽ നിന്ന് കുഞ്ഞൊരല്പം മാറിപ്പോയാൽ ഈ അമ്മ പെട്ടെന്ന് വിളിക്കും, മോനെ നീ എവിടാ, മോളെ നീ എവിടെയാന്ന്. ഓടിച്ചെന്ന് അമ്മ കുഞ്ഞിനെ കാണും, അല്ലെ മകളെ കാണും, മകനെ കാണും. എന്ത് പറഞ്ഞുപോലെ നമ്മുടെ കർത്താവ് ഏദൻ തോട്ടത്തിൽ ഹവ്വ നഷ്ടപ്പെട്ടപ്പോൾ വെയിൽ മാറിയപ്പോൾ തോട്ടത്തിൽ വന്നു. മനുഷ്യനെ വിളിച്ചു, നീ എവിടെ? ഇന്നും നിന്നോട് ചോദിക്കുക സഹോദരൻ, നീ എവിടെയാണ്? സഹോദരി, നീ എവിടെയാണ്? അല്ലേരിയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വേണം കേട്ടോ. അല്ലേരിയ. നീ പള്ളിയിൽ പോകുന്നുണ്ട്, നീ എല്ലാം നേർച്ച കാണിച്ചിലൊക്കെ കൊടുക്കുന്നുണ്ട്, പള്ളിക്ക് വേണ്ടുന്നല്ല നീ കൊടുക്കുന്നുണ്ട്. കർത്താവിനോട് നീ എവിടെയാ? നിന്റെ പാപത്തെ നീ പരിഹാരം വരുത്തിയോ? പാപത്തിന് ശുദ്ധീകരണം വരുത്തിയോ? ആദാമിൽ സംഭവിച്ചു പോയ പാപത്തിന് ശുദ്ധീകരണം വരുത്തി നീ മടങ്ങി വന്നു. നീ കാണാതെ പോയതാ. അല്ലേരിയ. സക്കായിയെ തേടി വന്നതുപോലെ, ആമി ശബരിയസ്ത്രീയെ തേടി വന്നതുപോലെ. അല്ലേരിയ. കുളക്കരയിൽ കിടന്ന മനുഷ്യനെ ഗദരദേശ ഭൂതകസൻ തേടി വന്ന ദൈവം നിന്നെയും തേടി വന്ന് എത്രയോ നാളുകളായി വിളിക്കുന്നു. പ്രൈസറോ. ഇന്ന് വരെ നീ ചെവി കൊടുത്തിട്ടുണ്ടോ ശ്രോതാവി, സഹോദര സഹോദരി? ചുമ്മാ സക്കായിയെ കുറിച്ച് വായിച്ചു പഠിക്കുന്നതിനേക്കാൾ നല്ലത് സക്കായിയുടെ ജീവിതത്തിലുള്ള മാനസാന്തരം. പ്രൈസറോ. അല്ലേലിയ. ഇവിടെ നമ്മൾ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ അല്ലിയ ഒരമ്മ തന്റെ മകനെ മകനെ അന്വേഷിക്കുന്നത് പോലെ കർത്താവ് നമ്മെ അന്വേഷിക്കുക. ഒരു ഇടിയൻ കാണാതെ പോയി ആടിനെ അന്വേഷിക്കുന്നത് പോലെ അല്ലേലിയ അവൻ നിങ്ങളെ അന്വേഷിക്കുക. അല്ലേലിയ. 100 ആടുണ്ടായിരുന്നു, ഒന്ന് കാണാതെ പോയി. അല്ലേലിയ. ലൂക്കോസ് 15-ാം അധ്യായം. 99 മരുഭൂമിയിൽ വിട്ടിട്ട് കാണാതെ പോയി ഒന്നിനു വേണ്ടി അന്വേഷിച്ചു പോയ ഇടയൻ. അല്ലേലിയ. കാണാതെ പോയി ഒന്നിനെ കണ്ടുകിട്ടിയപ്പോൾ അതിനെ തോളിലേറ്റി സന്തോഷത്തോടെ മടങ്ങി വന്ന് കാണാതെ പോയിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ താൻ എല്ലാവരും വിളിച്ച് സന്തോഷിക്കുന്ന നല്ല ഇടയൻ. അതെ, കാണാതെ പോയ സക്കായിയെ കണ്ടുകിട്ടിയപ്പോൾ, കാണാതെ പോയി ശബരിക്കാരിയെ കണ്ടുകിട്ടിയപ്പോൾ, കുളക്കരയിൽ കിടന്ന മനുഷ്യനെ, ഗദരസ്ഥ കിടന്ന മനുഷ്യനെ ആമി കണ്ടുകിട്ടിയപ്പോൾ സ്വർഗവും ആമി ദൂതന്മാരും സന്തോഷിക്കുകയാണ്. അല്ലേലൂയ. നീ ഭാവിയാ മനുഷ്യ, നീ പള്ളിയിൽ പോകുന്നുണ്ട്, നിനക്ക് പ്രമാണമുണ്ട്, നീ ജീവിതമൊക്കെ ചെയ്യുന്നുണ്ട്, നീ നേർച്ച കാഴ്ചകൾ വഴിപാടുകളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നീ പാപിയാണ്. ആദാമിൽ നീ സംഭവിച്ച പാപത്തിന് മേൽ കിടക്കുക. അതിന് നീ പാപത്തിന് പരിഹാരം വരുത്തണം. നീ ഇരുന്ന സ്വോത്ര കാഴ്ച കൊണ്ടോ നേർച്ചകൾ കൊണ്ടോ വഴിപാടുകൾ കൊണ്ടോ നിന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റത്തില്ല. നിന്റെ പണം കൊണ്ട് പാപത്തിന് പരിഹാരം വരുത്താൻ പറ്റത്തില്ല. പാപത്തിന് പരിഹാരം യേശുക്രിസ്തുവിന്റെ മാത്രമാണ്. അതിനുവേണ്ടിയാ യേശു നിന്നെ തേടി വരുന്നത്. നീ യേശുവിനെ തേടി പോകണ്ട. നീ പണം കൊടുക്കി പാപപരിഹാരം വരുത്താൻ നോക്കരുത്. പണം കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പണം ഒക്കെ ഈ ഭൂമിയിൽ മണ്ണായി തീരുന്നത്, ഒരു പിടി ചാരമായി മാറുന്നത്. നിന്റെ പ്രതാപമല്ല ഇവിടെ തീരുന്നതാണ്. പ്രതാപത്തിനും പ്രശംസയ്ക്കും വേണ്ടി, പുകഴ്ചയ്ക്കും വേണ്ടി
ഭ്രാന്തനെ പോലെ നീ ഓടി നടന്ന് നിന്റെ പണത്തിന്റെ ഹൂങ്ക് നീ കാണിക്കരുത്. നിന്റെ പണത്തിന്റെ അഹങ്കാരം നീ കാണിക്കരുത് സഹോദരി. എന്റെ ഏരിയ ചില ആളുകളെ കണ്ടില്ല, ഇച്ചിരി പണം കിട്ടിയാൽ മതി, പിന്നെ എന്തോ അഹങ്കാരോ പണത്തിന്റെ ഹൂങ്ക്. അടുത്തുള്ള അയൽവാസിയെ പോലും തിരിച്ചറിയത്തില്ല. പണം കയറിക്കഴിഞ്ഞാൽ അയൽവാസി തിരിച്ചത്, സഹപ്രവർത്തകർ തിരിച്ചറിയത്തില്ല. ചുറ്റുവട്ടത്തുള്ളവർക്ക് എന്തോ കുറുക്കുറുക്കാണ്. എന്റെ ഏരിയ ശ്രോതം, ഞങ്ങളൊക്കെ ഈ വാടകയ്ക്ക് താമസിക്കുന്നവരാണ്. ഞങ്ങളൊക്കെ വാടകയ്ക്ക് താമസിക്കുന്നവർ ഞങ്ങളൊക്കെ എന്തോ പുച്ഛം പോലെ എല്ലാം കാണുന്നത്. വാടക ഞങ്ങൾ എന്നിട്ട് നാറ്റം പിടിച്ചവരെ പോലെ മാസം തോറും ഞങ്ങൾ പൈസ എണ്ണി കൊടുക്കുന്ന, മാസം തോറും ഞങ്ങൾ പൈസ എണ്ണി കൊടുത്ത് മാന്യമായിട്ട് ജീവിക്കുന്നവരാ. അവരെക്കാൾ മാന്യമായിട്ട് ജീവിക്കുന്നവരാ. പ്രത്യേകിച്ച് ഞങ്ങൾ ദൈവം തെരഞ്ഞെടുത്തതുകൊണ്ട് ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്ട് അവരെക്കാട്ട് ശ്രേഷ്ഠന്മാരോ. പക്ഷെ ഇവര് പറഞ്ഞു വാടകക്കാരാ. എന്നോട് വാടകക്കാരെന്ന് പറഞ്ഞാൽ നമ്മളൊന്നും വലിയ കൊലപ്പുള്ളിയെ പോലെ അവർ കാണുന്നത്. പണത്തിന്റെ അഹങ്കാരം, പണത്തിന്റെ ഭൂമി, ഇതെല്ലാം നിൽക്കുവാൻ ഒരു സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് മതി. എന്റെ ഏരിയ സ്വതന്ത്രം, നീ അഹങ്കരിക്കരുത്, നിഗളിക്കരുത്. എന്റെ ഏരിയ ദൈവം നിന്നോട് ആദമിനോട് ചോദിച്ചു, നീ എവിടെ മനുഷ്യ, നീ എവിടെ? ആദമേ നീ എവിടെ? നിന്നോട് ചോദിക്കുക എവിടെ? എന്റെ ഏരിയ സക്കായിയെ പോലും വീണ് കൊടുക്കാൻ, സക്കായിയെ പോലും താഴ്ന്നു കൊടുക്കുവാൻ, ഒന്ന് വിധേയപ്പെടുത്തി കൊടുക്കാൻ നീ തയ്യാറായാൽ എന്റെ ഏരിയ നിന്റെ വീടിന്റെ രക്ഷപ്പെടും. എന്റെ ഏരിയ അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുന്നവൾ ഹോശേയുടെ പുസ്തകം 11:8 വായിക്കുമ്പോൾ കാണുന്നുണ്ട്. എന്റെ ഏരിയ എഫ്രയീമേ ഞാൻ എങ്ങനെ നിന്നെ വിട്ടുകൊടുക്കും, ഇസ്രായേലെ ഞാൻ നിന്നെ എങ്ങനെ ഏൽപ്പിച്ചു കൊടുക്കും. എന്റെ ചരിത്രചന്ദ്രൻ പോകുന്നത് പറയുന്നു. അത് ദുഷ്ടന് നമ്മെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ശത്രുവിന് ദൈവം നമ്മെ വിട്ടുകൊടുക്കത്തില്ല. സാത്താന് നമ്മെ ദൈവം വിട്ടുകൊടുക്കത്തില്ല. പിശാചിന്റെ പ്രവൃത്തികളെ അഴിച്ച് നമ്മെ സ്വതന്ത്രരാക്കി ദൈവരാജ്യത്തിന്റെ അവകാശിയാക്കി മാറ്റുക ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. നീ മാനസാന്തരപ്പെടാതെ നീ എന്തെല്ലാം ഭക്തിയുടെ വേഷം ധരിച്ചാലും നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ഹല്ലേലൂയ. ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് നീ ഭക്തി നിർഭരമായ എല്ലാ ജീവിത സാഹചര്യങ്ങളും ചെയ്താലും, ഞാൻ ഭക്തനാണ് ഭക്തയാണെന്നൊക്കെ പറഞ്ഞ് നീ നടന്നാലും, ഹല്ലേലൂയ, നീ മാനസാന്തരപ്പെടാത്തിടത്തോളം കാലം, സക്കായി മാനസാന്തരപ്പെട്ടതുപോലെ നീ മാനസാന്തരപ്പെടാത്തിടത്തോളം കാലം നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. സക്കായി പറഞ്ഞു, എന്റെ മോനെ ഞാൻ വലതും ചതിവുമായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് തിരിച്ചു കൊടുക്കുന്നു. അപ്പോഴാണ് യേശു പറഞ്ഞത്, ഇവനും അബ്രഹാമിന്റെ മകൻ, അവന്റെ ഉള്ളിലുണ്ടായ മാനസാന്തരം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പറഞ്ഞ് നീ മാനസാന്തരപ്പെട്ടിട്ടുണ്ടോ സഹോദര സഹോദരി? ഹല്ലേലൂയ. ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്ന ദൈവജനത്തോട് ചോദിക്കട്ടെ, ക്രൈസ്തവ വിശ്വാസികൾ ചോദിക്കട്ടെ, സക്കായിയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന മാനസാന്തരം നിനക്കുണ്ടായിട്ടുണ്ടോ? അതോ സക്കായുടെ കഥ മാത്രം നിനക്കറിയത്തുള്ളൂ? സക്കായിയുടെ ആക്ഷസവും കളിക്കാൻ നിനക്കറിയാം, സക്കായുടെ ആക്ഷസവും പഠിപ്പിക്കാൻ നിനക്കറിയാം, നിന്റെ മുമ്പിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളോട് പറഞ്ഞ് അവതരിപ്പിക്കാൻ അറിയാം. സക്കായിയെ കുറിച്ച് നിനക്ക് ഒരുപാട് കഥ പറയാൻ അറിയാം. പക്ഷെ സക്കായിയുടെ ഉള്ളിലുണ്ടായ മാനസാന്തരം നിന്റെ ഉള്ളിൽ ഉണ്ടായിട്ടാണോ നീ ആക്ഷസവും പഠിപ്പിച്ചത്? സക്കായിക്കുണ്ടായ മാനസാന്തരം ഉണ്ടായിട്ടാണോ നീ കുട്ടികളോട് കഥ പറഞ്ഞത്? നിന്റെ ഉള്ളിൽ മാനസാന്തരം വരാതെ, സക്കായിക്കുണ്ടായ മാനസാന്തരം വരാതെ നീ എത്ര സക്കായിയെ കുറിച്ച് പഠിപ്പിച്ചാലും നിന്നെ കേൾക്കുന്നവർക്കും മാനസാന്തരം ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം ചെയ്യും. അതുകൊണ്ട് മാനസാന്തരമാണ് ഇവിടെ ഏറ്റവും ആവശ്യം. ഹല്ലേലൂയ. അപ്പം ഒരമ്മ തന്റെ പൈതലിനെ മറക്കുമോ? എങ്ങനെ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത്. കേട്ടോ? ഹല്ലേലൂയ. ഒരമ്മ, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുന്നു. ഹല്ലേലൂയ. അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കണം വല്ലപ്പോഴും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49-15 വാക്യം, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൻ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറന്നു കളയില്ല. ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളങ്കയിൽ വരച്ചിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത കണ്ടു. 30 ആഴ്ച ഒരു സ്ത്രീയുടെ, ഒരു അമ്മയുടെ ഉദരത്തിൽ 30 ആഴ്ച വളർച്ച പ്രാപിച്ച കുട്ടിയെ ഭ്രൂണഹത്യ ചെയ്യുവാൻ വേണ്ടി കോടതി നിയമം അനുവദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഓർത്തേക്ക്, 30 ആഴ്ച ഒരു അമ്മയുടെ ഉദരത്തിൽ വളർന്ന കുഞ്ഞെന്ന് പറയുമ്പോൾ അതൊരു മനുഷ്യ കുഞ്ഞാണ്. അതൊരു മനുഷ്യന്റെ എല്ലാ രൂപഭാവങ്ങളും അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ വന്നിട്ടുണ്ട്. ഇനി അതിനെ ഭ്രൂണഹത്യയിലൂടെ അതിനെ കൊല്ലാൻ നിയമം വരുമ്പോൾ അതിനെ കൊല്ലുന്ന ഡോക്ടേഴ്സും അതിന് കൂട്ടുനിൽക്കുന്ന നഴ്സുമാരും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും അതിനെ കൊല്ലുവാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ ഉദരത്തിൽ ഗർഭം കൊണ്ട സ്ത്രീയും അതിന്റെ വീട്ടുകാർ അടക്കം കുലപാതകികൾ. നിന്നെയൊക്കെ ദൈവം വെറുതെ വിടത്തില്ല. കേട്ടോ? ദൈവം നിന്നെയൊക്കെ വെറുതെ വിടത്തില്ല.
അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഭ്രൂണഹത്യ ചെയ്ത് കുലപാതകം ചെയ്യുന്ന, ഞാനിത് പലപ്പോഴും പറഞ്ഞു, നിന്നെ ഒന്നും ദൈവം വെറുതെ വിടത്തില്ല. അല്ലേരിയ. ഇത് അമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ്, സ്ത്രീയുടെ ഉദരത്തിൽ കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് നീ മാനസാന്തരപ്പെട്ട് ജീവിച്ചിരുന്നെങ്കിൽ അങ്ങനെ നിനക്ക് സംഭവിക്കുമായിരുന്നു. ഇപ്പൊ അതിനുള്ള നിയമം വന്നിരിക്കുക. എത്ര കഠിന! എന്തായാലും ക്രൈസ്തവ സമൂഹം, കത്തോലിക്ക വിഭാഗം വളരെ തെറ്റാണുള്ളത്. അതൊക്കെ അവർക്കറിയാം. പക്ഷെ നടക്കുന്നതോ പ്രൈസിലോ. അപ്പൊ ഇവിടെ സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? അവൾ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ലോകം മറക്കുന്നമ്മേ, ലോകം നമ്മെ വെറുക്കും, പക്ഷെ നമ്മുടെ ദൈവം മറക്കത്തില്ല. അല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്കറിയാം, സ്തോത്രം വലിയ ദൈവോദരം വായിക്കും, നമുക്ക് മനസ്സിലാക്കും. ഒരു അമ്മ തന്റെ കുഞ്ഞിനെ മറക്കും, അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല എന്ന് പറയുന്നു. ഒരമ്മയുടെ ഹൃദയത്തിൽ എത്രമാത്രം അല്ലുരിയ ആ കുഞ്ഞിനോട് സ്നേഹമുണ്ടോ, അല്ലുരിയ, ഇതുപോലെ തന്നെയാണ് നമ്മുടെ കർത്താവിൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സ്നേഹം. ഈ ഭൂമിയിൽ നമ്മളൊരു അപ്പനും അമ്മയുടെയും മക്കളാണെങ്കിലും നമ്മൾ കർത്താവിന്റെ മക്കളാണ്. ദൈവമാണ് നമ്മുടെ സൃഷ്ടാവ്, ദൈവമാണ് നമ്മുടെ പിതാവ്. നമ്മെ ദൈവം സൃഷ്ടിച്ചതാണ്. നിലത്തെ പൊടി കൊണ്ട് നമ്മെ സൃഷ്ടിച്ചു അവന്റെ ജീവശ്വാസം നമ്മൾ ഊതി നമ്മൾ ജീവനുള്ള ദേഹിയായി മാറിയതാണ്. അല്ലാതെ നമ്മൾ സ്വയംഭൂവായിട്ട് വന്നതല്ല, പൊട്ടിമുളച്ച് വന്നതല്ല, പരിണാമ സിദ്ധാന്തത്തിലുള്ള കുരങ്ങന്റെ വാല് ഒഴിഞ്ഞിട്ട് മനുഷ്യനായി വന്നതല്ല. നമ്മെ സൃഷ്ടിച്ചൊരു ദൈവമുണ്ട്. ഒരമ്മയുടെ ആശ്വാസം തരുന്ന, ഒരു അപ്പന്റെ ആശ്വാസം തരുന്ന, അമ്മയെ ആശ്വസിപ്പിക്കുന്ന, അപ്പനെ മക്കളോട് കരുണ തോന്നുന്ന ഒരു നല്ല പിതാവ് നമുക്കുണ്ട്. അതുകൊണ്ട് ഈ ലോകം നിന്നെ മറന്നു കളഞ്ഞാലും യേശു നിന്നെ മറന്നു കളയത്തില്ല. ലോകം നിന്നെ വേണ്ടെന്ന് പറഞ്ഞേക്കാം, സമൂഹം നിന്നെ വേണ്ടെന്ന് പറഞ്ഞേക്കാം, സമുദായം നിന്നെ വേണ്ടെന്ന് പറഞ്ഞേക്കാം, നിന്റെ സഹോദരി വേണ്ടെന്ന് പറഞ്ഞേക്കാം, അപ്പനും അമ്മയും നിന്നെ ആട്ടി ഓടിച്ചേക്കാം, നിന്റെ സന്തത സഹചാരികളും ബന്ധുമിത്രാദികളെല്ലാം നിന്നെ എന്റെ കൺമുമ്പിൽ പോലും കാണരുതെന്ന് പറഞ്ഞേക്കാം. പക്ഷേ യേശു നിന്നെ തേടി വരും. ആരെല്ലാം തള്ളിക്കളഞ്ഞാലും നിന്നെ തള്ളിക്കളയാത്തവൻ ഒരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രമാണ്. അതാണ് സക്കായിയെ തേടി വന്ന ദൈവം, ശമരിയ സ്ത്രീയെ തേടി വന്ന ദൈവം, കുളക്കരയിൽ കിടന്ന മനുഷ്യനെ തേടി വന്ന ദൈവം, ഗേദരദേശത്തെ ഭൂതകസിനെ തേടി വന്ന ദൈവം നിന്നെ തേടി എത്രയോ പ്രാവശ്യം നിന്റെ ഭവനത്തിലൂടെ വന്നിട്ടുണ്ട്, നിന്റെ അരികിലൂടെ വന്നിട്ടുണ്ട്. നീ ഒന്ന് വിധേയപ്പെട്ടു കൊടുത്തോ? നീ അവരെ ആട്ടി ഓടിച്ചില്ലേ? ഞാൻ മുമ്പ് ആവർത്തിച്ചു. ഇനിയെങ്കിലും ഇന്ന് മടങ്ങി വരുന്നെങ്കിൽ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായി. ഏത് സമയത്തും കർത്താവ് മധ്യാകാശത്തിൽ വരാം. ആദമേ നീ എവിടെയെന്ന്, മനുഷ്യ നീ എവിടെയെന്ന് വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം മനുഷ്യനോട് ചോദിച്ചതുപോലെ ഇന്നും ദൈവാത്മാവ് നിന്നോട് ചോദിക്കുക, നീ എവിടെയാണ്? ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങളോട് വിളിച്ചു ചോദിക്കുക, നീ എവിടെയാ? ഈ പാപത്തിന് വീട് കിടക്കുകയാണോ? പാപത്തിന് പരിഹാരം വരുത്തുവാൻ കഴിയുന്ന ലോകത്തിന്റെ സുഖങ്ങളിലാണോ? മടങ്ങുക ശ്രോതാവേ. നിനക്കുള്ള നിത്യത നീ നഷ്ടപ്പെടുത്തി കളയരുത്. നിനക്കുള്ള ദൈവിക രാജ്യത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. നിന്റെ അവകാശത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. അബ്ബാ പിതാവി എന്ന് വിളിക്കുന്ന പുത്രത്തിന് ആത്മാവിനെ നിറയപ്പെട്ട് ദൈവരാജ്യത്തിന്റെ സകല സന്തോഷം അനുഭവിപ്പാൻ കർത്താവ് നിന്നെ തേടി വരുന്നു. പ്രൈസ് ലോർഡ്. മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കാൻ, നിങ്ങൾ പാപത്തിന്റെ പിടിയിലും ശത്രുവിന്റെ പിടിയിലും അകപ്പെട്ട് പാതാളത്തിലേക്ക് ഇറങ്ങുന്നവരെ പോലെയാണ്. പാപത്തിന്റെ പിടിയിൽ ശത്രുവിന്റെ പിടിയിൽ അകപ്പെട്ട സാത്താന്റെ വഞ്ചനയിൽ വീണ് പാതാളത്തിന്റെ പടിയിലേക്ക് ഇറങ്ങുന്നവനാണോ? ഹല്ലേലൂയ. അങ്ങനെ പാതാളത്തിന്റെ അനുഭവത്തിലേക്ക് പോകാതെ, നരകത്തിലേക്ക് പോകാതെ, പിശാചിന്റെ പ്രവൃത്തികളെ ബന്ധനത്തെ അഴിച്ചതിനെ വിടിപ്പിച്ച് ദൈവരാജ്യം തരാൻ വേണ്ടി ഇന്നേക്ക് 2026 വർഷം കർത്താവായ യേശു ഭൂമിയിൽ വന്ന ചരിത്രം നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ആ സുവിശേഷം ഇന്ന് ലോകത്തോട് ഞങ്ങൾ വിളിച്ചു പറയുക. നീ എവിടെയെന്ന് ഞങ്ങളും ചോദിക്കുക. ഹല്ലേലൂയ. അതെ, നീ മടങ്ങി വരുന്നെങ്കിൽ, മാനസാന്തരപ്പെട്ട് ദൈവത്തോട് ചേരുന്നെങ്കിൽ നിനക്ക് നിത്യമായി സ്വർഗത്തിലെത്താൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ യേശുക്രിസ്തു എന്തുകൊണ്ട് നിങ്ങളെ അന്വേഷിക്കുന്നു? കുഴഞ്ഞ ചേറ്റിലും അല്ലയ്യ നിങ്ങളെ പൊക്കിയെടുക്കുവാൻ. നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലുമായിരുന്ന, അകൃത്യത്താലും പാപത്താലും മരിച്ചു കിടന്ന, ദോഷവും വ്യഭിചാരമുള്ള തലമുറയിൽ നിന്ന്, വക്രതയും കോട്ടമുള്ള തലമുറയിൽ നടുവിൽ നിന്ന് നിന്നെ വിടിവിച്ച് ദൈവരാജ്യം നിനക്ക് തരാൻ വേണ്ടി ഹല്ലേലൂയ യേശു നിന്നെ തേടിയെത്തി. ഹല്ലേലൂയ. സ്തോത്രം. നിന്നെ പാപത്തിൽ നോക്കി മാറോടണച്ച് നിങ്ങളോട് ഒന്നിച്ചിരിക്കുവാൻ, നിങ്ങളെ അവന്റെ വലത്തു ഭാഗത്തിരുത്തുവാൻ വേണ്ടി യേശു ഇരിക്കുന്നിടത്ത് നമ്മെ ചേർക്കുവാൻ വേണ്ടി അവൻ സ്വർഗം വിട്ടിറങ്ങി വന്നവനാ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന, അവൻ നിന്നെ തേടി വരിക മാത്രമല്ല, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താൽ നിന്നെ നിറച്ച്
ആകാശത്തിന്റെ കിളിവാതികൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിന്നെ നിറച്ചനുഗ്രഹിച്ച് ഈ ഭൂമിയിലെ ജീവിതവും ആമീൻ വരാൻ പോകുന്ന ദൈവരാജ്യത്തിന്റെ ജീവിതവും നിനക്ക് തരുന്നവരേശുവാ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. ഹല്ലേലൂയ. ആമീൻ. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷം ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് കാണാതെ പോയ അതിനുള്ള ബന്ധത്തെ കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതെ, നീ കാണാതെ പോയതാ. പാപത്തിൽ സാത്താന്റെ വെടിയിൽ അമർന്ന് കിടക്കുക. ആ പാപത്തിൽ നിന്നെ വിടിവിക്കുവാൻ ദൈവരാജ്യമേ സ്വർഗം വിട്ട് ഇറങ്ങി വന്ന അല്ലെ ദൈവപുത്രൻ മനുഷ്യന്റെ പുത്രനായി ഭൂമിയിൽ വന്ന് നിനക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു. ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, ആമി യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാമോ? ആമി യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ എന്നോടൊപ്പം പറയുക, കർത്താവേ, എനിക്ക് അങ്ങേ ആവശ്യമാണ്, എനിക്കങ്ങേ ആവശ്യമാണ്. ഞാൻ ഈ ഉലകം മുഴുവൻ അങ്ങേ അന്വേഷിച്ച് നടന്നു. പല രാജ്യങ്ങൾ പോയി, പല തീർത്ഥാടനങ്ങൾ നടത്തി, പല മലകൾ കയറി നോക്കി, പല നദികളും പോയി നോക്കി, പലയിടത്തും പലരും പറഞ്ഞിട്ട് പോയി. അങ്ങേ കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്നാൽ അങ്ങ് എന്നെ തേടി വരുന്ന ദൈവമാണ്. അങ്ങ് സക്കായിയെ തേടി വന്നില്ലേ? ശബരിയസ്രയെ തേടി വന്നില്ലേ? ആമി സ്തോത്രം. ഹല്ലേലൂയ. കുളക്കരയിൽ കിടന്ന മനുഷ്യനെയും ആ ഭൂതരസം തേടി വന്നില്ലേ? അങ്ങ് എന്നെ തേടി വന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനത് തിരിച്ചറിയുന്നു, എന്നെ സമർപ്പിക്കുന്നു. ആ രക്ഷ എനിക്ക് നൽകണമേ എന്ന് പറഞ്ഞ് എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഭദ്രം കേട്ടുകൊണ്ടിരിക്കും കേരളത്തിൽ ലോക രാജ്യങ്ങളിലുള്ള 800 കോടി ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ അതിൽ വീട് കിടക്കുന്ന സമാധാനമില്ല, സന്തോഷമില്ലാതെ ആമി പിശാചിന്റെ കയ്യിൽ അമർന്ന് കിടക്കുന്ന നരകക്കടലിലേക്ക് യാത്ര ചെയ്യുന്ന സകല ജനത്തിനും മോചനം കൊടുക്കണമേ. അങ്ങയുടെ വരവേറ്റു ആസനമായിരിക്കുമ്പോൾ കർത്താവെ, കാണാതെ പോയിനെ തിരഞ്ഞെത്തിയ കർത്താവ്, തിരഞ്ഞു കണ്ടെത്തിയ കർത്താവ് ഈ ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെട്ടു പോകാതെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ കുടിലോട്ട് കോട്ടാനി വരെ പാർക്കുന്ന സകല ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, മനസ്സാന്തരം കൊടുക്കണമേ. പാപത്തിന്റെ വഴിയിലോട്ട് മടങ്ങി വരട്ടെ. സകല മഹത്വം എടുത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.